ഗൈസ് അപ്പം നല്ല ഡസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും മാറി നിൽക്കുക. ഭയങ്കര പൊടിയാണ്, ഭയങ്കര ഡസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഡസ്റ്റാണ്. ഇവിടെ ഫുള്ള് ഒരുമാതിരി ആയിട്ടുണ്ട്. എല്ലാവരും ആദ്യം അവിടെ ആയിരുന്നു, പിന്നെ എല്ലാവരും പുറകെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗൈസ് കണ്ടോ, എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. കണ്ടോ, അവിടെ ഒരു ക്ലൗഡ് പോലെ ഫോം ആയിട്ടുണ്ട് കേട്ടോ. അത് കേൾക്കുന്നുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ മൈക്കും സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഈ സൗണ്ട് കാരണം എല്ലാം എന്താ പറയുക ഓഡിയബിൾ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. കാരണം നല്ല സൗണ്ട് ഉണ്ട്. ഞാൻ രണ്ടാമത് ഈ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ഒന്നും എനിക്ക് തന്നെ ക്ലിയർ അല്ല കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത് ബോറടിക്കണോണ്ടാണ് സൗണ്ട്. ഇതുണ്ട്, ഞാനും 5 കൂടിയായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ എല്ലാവരും ഉണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, എല്ലാവരും ഉണ്ട്. അപ്പം ഡുണ്ടോന് നാളെ എക്സാമാണ് ഗൈസ്. എന്നാലും പാവം അവള് ബോറടിക്കണ കാണാനുള്ള ആകാംക്ഷ പേപ്പർ തരുമ്പോൾ ഇങ്ങനെ അടി കിട്ടുമ്പോൾ അതിൻ്റെ നല്ല അടി കിട്ടും അവർക്ക് കോളേജിൽ. 1 മാർക്ക് ഇപ്പോൾ 50-ന് 49 കിട്ടിയാലും അടി കിട്ടും അങ്ങനെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല മാർക്കും കൂടി ആയിരിക്കും അല്ല 5 മനസ്സിലാവില്ല. തണുപ്പായതുകൊണ്ട് ഫുൾ സ്വെറ്ററൊക്കെ ഇട്ട് തലേന്ന് മറ്റേ ഡസ്റ്റൊന്നും പോവാതിരിക്കാൻ വേണ്ടി. പക്ഷെ മാസ്ക് ഒന്നും ഇട്ടില്ല, അതൊക്കെ ഭയങ്കര ഓവർ പോലെ. ഇനിയിപ്പോൾ വയ്യാണ്ടായി കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. നാളെ കാലത്താകുമ്പോഴത്തെ എന്തായാലും ഗൈസ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. വയ്യാണ്ടാവും, പൊടിയൊക്കെ അടിച്ചൊരവസ്ഥയും. അവിടെ അതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. വെള്ളം കിട്ടുമോ ഇല്ലേന്ന് ഞാൻ പറയാം. ഇത് നമ്മൾ ബോറടിക്കണേ മുന്നേ പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം കേട്ടോ നമ്മൾ ബോറടിക്കുള്ളൂ. അതിന് മുന്നേ സ്ഥാനം കണ്ടതിന് ശേഷം അച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ബോർ വണ്ടി വന്നതിന് ശേഷം പിന്നെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പക്ഷെ ആ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായില്ല കേട്ടോ. ഞാൻ വീട്ടിലായിരുന്നു. ഇത് പേപ്പൻ്റെ വീട്ടിലാണ്. ഞാൻ റീസെൻ്റായിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു JB പേപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ പേപ്പറിൻ്റെ വീടിൻ്റെ താഴെ ഈ വീഡിയോസ് ഈ ബോറടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല, കുറച്ച് ലേറ്റായിപ്പോയി. കറക്റ്റ് പ്രയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു. അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഞാൻ ഇടാം. കണ്ടിന്യൂഷനല്ല, ഇത് കണ്ടിന്യൂ ആയിട്ട് വെള്ളം കിട്ടിയോ ഇല്ലേന്ന്. കാരണം കുറച്ച് ലേറ്റാവും. ബോറടി ഈ ഫ്ലാഷ് ഇട്ടേക്കൊണ്ട് മാത്രമോ കഴിച്ച് എന്നെ കാണണതില്ലെങ്കിൽ നല്ല ഇരുട്ടാണ്. ഇത് ചിലപ്പോൾ രാത്രി കുറേ നേരത്തേക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ച് കിടക്കും. നല്ല തണുപ്പുണ്ട്. നമുക്ക് കുറേ നേരമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റൂല. കാരണം ഒന്ന് ഭയങ്കര പൊടിയൊക്കെ, അതൊന്നും നമുക്ക് കുറേ നേരമൊന്നും നിൽക്കാൻ പറ്റൂല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പോ. കുറേ തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് വയ്യാണ്ടാവും. അപ്പം അവിടെ ആണെങ്കിൽ നോക്കുക, കാണുമോയെന്നറിയില്ല, നല്ല ഫുള്ള് എന്താ പറയുക ഫുള്ള് പൊടി, മൊത്തവും പൊടിയാണ് അവിടെ. അതുകൊണ്ട് എനിക്കൊക്കെ ഡസ്റ്റൊക്കെ ഇച്ചിരി അടിച്ചാൽ മതി, അപ്പം തന്നെ തുമ്മൽ തുടങ്ങും. പിന്നെ മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തലവേദന പറയാറുണ്ട്, നല്ല തലവേദനയായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇത് എന്താ വെള്ളം കിട്ടുമോ ഇല്ലേ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല സൗണ്ടുണ്ട് ബോറടിക്കുന്നതിൻ്റെ. പിന്നെ മലയാളത്തിൽ എന്താ കുഴൽ കിണർന്നോ അങ്ങനെ എന്താണ്ട് ഒരു വേർഡാണ് പറയണേ, എനിക്കറിയില്ലായിരിക്കും. ബോറടി എന്നൊക്കെ പറയുള്ളൂ. ബോറടിക്കും സൗണ്ട് കേൾക്കുന്നില്ലേ, അത് ഒന്നാ പാറയുടെ എന്തേലും സൗണ്ട് ആയിരിക്കാം. ഇവിടെ ബോറടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ ഭയങ്കര പൊടിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് മാറി നിൽക്കട്ടെ. ഇവിടെ ഭയങ്കര ഇരുട്ടൊക്കെയാണ്. ഞങ്ങളിപ്പോഴത്തേക്ക് ബോറടിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ ഭയങ്കര മണ്ണും പൊടിയും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ മാറി നിൽക്കണം കേട്ടോ. ഭയങ്കര പൊടിയാണ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു ചിറ ഉണ്ടായിരുന്നു. ആ ചിറ അതിപ്പോൾ ആകെ മാറിപ്പോയി.